എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ ലോകത്ത് ഏറ്റവും നിർണായകമായ ഒരു ഗ്രഹമാറ്റത്തിൻ്റെ സമയമാണ് വരുന്നത്. 2026 ജൂലൈ 27 കർമ്മ ഫലദാതാവായ ശനി മീനരാശിയിൽ വെച്ച് വക്രഗതിയിലേക്ക് രാശി മാറുകയാണ്. ഈ വക്രസഞ്ചാരം 2026 ഡിസംബർ 11 വരെ, അതായത് ഏകദേശം ഒരു 4.5 മാസത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. ഒരു ഗ്രഹം വക്രത്തിലാവുക എന്നത് പറഞ്ഞാൽ അതിൻ്റെ സഞ്ചാരവേഗത കുറയുകയും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ്. ഈ സമയത്ത് ഗ്രഹത്തിൻ്റെ ഊർജ്ജമൊക്കെ വളരെ ശക്തമായിരിക്കും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് അവരുടെ 7ാം ഭാവത്തിലൂടെയാണ്, മീനൻ രാശിയിലൂടെ. 7ാം ഭാവത്തിലെ ഈ വക്രചലനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില വഴിത്തിരിവുകൾക്കും പുനർചിന്തനങ്ങൾക്കും ഒക്കെ കാരണമാകുന്നതുമാണ്. ഈ വീഡിയോയിൽ വക്രഗതി നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം, ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം എന്നിവയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നും ഏതൊക്കെ കാര്യത്തിലാണ് ജാഗ്രത പുലർത്തേണ്ടതെന്നും ഈ കാലയളവിനെയൊക്കെ അനുകൂലമാക്കാൻ എന്ത് വഴിപാടുകളൊക്കെയാണ് ലളിതമായിട്ട് ചെയ്യേണ്ടതും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ജ്യോതിഷത്തിൽ ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. അതായത് വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. ഒരു രാശിയിൽ ശനി ഒരു 2.5 വർഷത്തോളം തുടരാറുമുണ്ട്. ഇതിനിടയിൽ എല്ലാ വർഷവും ശനി കുറച്ച് നാൾ വക്രഗതിയിലാകാറുമുണ്ട്. പലരും വക്രഗതി എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ ശനി വക്രഗതിയിലാകുന്നത് എപ്പോഴും ദോഷകരമല്ല. ഇതൊരു റിവ്യൂ കാലഘട്ടമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താനും നമ്മുടെ കർമ്മഫലങ്ങളെയൊക്കെ പുനഃപരിശോധിക്കാനുമുള്ള ഒരു അവസരമാണ് ശനി നമുക്ക് തരുന്നത്. കന്നിരാശിക്കാരുടെ കാര്യത്തിൽ ശനി നിങ്ങളുടെ 5ാം ഭാവത്തിൻ്റെയും 6ാം ഭാവത്തിൻ്റെയും ഒക്കെ അധിപനാണ്. ഈ ഗ്രഹം 7ാം ഭാവത്തിൽ വക്രഗതിയിലാകുമ്പോൾ അതിൻ്റെ സ്വാധീനം ഇരട്ടിക്കുന്നതുമാണ്. കന്നിരാശിക്കാർക്ക് 7ാം ഭാവം എന്നത് ബിസിനസ് പങ്കാളിത്തങ്ങളെയും പാർട്ട്ണർഷിപ്പ്, പൊതുജന സമ്പർക്കത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഇടമാണ്. ഈ സമയത്ത് ജോലിസ്ഥലത്തൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഒരു ഫലമൊക്കെ ലഭിക്കാൻ ഈ സമയത്തൊക്കെ അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാം. മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ക്ഷമയൊക്കെ പാലിക്കുക. പുതിയ ജോലിയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങളൊക്കെ വരാമെങ്കിലും ചാടിക്കയറി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും ആലോചിച്ചൊക്കെ മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ വളരെ സൂക്ഷിക്കണം. പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളൊക്കെ സുതാര്യമായിട്ട് സൂക്ഷിക്കുക. പുതിയ നിക്ഷേപങ്ങളൊക്കെ ഇനി ഒരു 4.5 മാസത്തേക്ക് ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ഇനി ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 7ാം ഭാവം വിവാഹ ജീവിതത്തെയും കൂടെ കാണിക്കുന്ന ഒരു ഭാവമാണ് 7ാം ഭാവം. ആ 7ാം ഭാവത്തിലാണ് ശനി വക്രഗതിയിലാകുന്നത്. ഈ കാലയളവിൽ പങ്കാളിയുമായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുപോലെ ഇണയുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. പരസ്പര വിശ്വാസമൊക്കെ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയത്തെ പഴയ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉയർന്നു വരാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ശാന്തമായിട്ടൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ തീരുമാനമാകാത്ത അവസ്ഥയോ എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കേണ്ടതിന് കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. ഡിസംബർ 11 ശേഷം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി ഈ ശനിയുടെ ഈ വക്രഗതി നിങ്ങളുടെ സാമ്പത്തികത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ചെലവുകൾ വർദ്ധിപ്പിച്ചേക്കാം. അനാവശ്യമായ ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കുക. കടം കൊടുക്കുന്നതും അതുപോലെ കടം വാങ്ങുന്നതുമൊക്കെ ഈ സമയത്ത് അത്ര ഒരു നല്ല അതല്ല. പണമൊക്കെ തിരികെ കിട്ടാൻ, ആർക്കെങ്കിലുമൊക്കെ പണം കടം കൊടുത്താൽ അതൊക്കെ തിരികെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടതായി വരാം. അതുപോലെ ഭൂമി, വീട് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ രേഖകളൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക, എന്തെങ്കിലും നടപടിയൊക്കെ ആയിട്ട്. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശനിയുടെ 7ാം ഭാവത്തിലെ വക്രഗതി ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായ സമ്മർദ്ദമോ ഒക്കെ ഉണ്ടാക്കിയേക്കാം. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ ശീലമാക്കുക. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ഈ സമയം പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരാം. പഠനത്തിലൊക്കെ ചെറിയ മടുപ്പൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനമൊക്കെ ചെയ്താൽ ഈ സമയത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമായ സമയം കൂടിയാണ്. ഇനി ഈ വക്രഗതി കാലയളവിൽ കന്നിരാശിക്കാരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് ബന്ധങ്ങളെ തകർക്കും, അത് ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും രേഖകളൊക്കെ ഔദ്യോഗികമായിട്ടൊക്കെ ഒപ്പുവെക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ആ ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായി വായിച്ചൊക്കെ മനസ്സിലാക്കി ഒപ്പുവെക്കുക. അതുപോലെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. അതുപോലെ വലിയ നിക്ഷേപങ്ങളെ ഇതൊക്കെ ഈ സമയത്ത് അത്ര ഒരു നല്ലതല്ല. ഇനി ഈ ദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനും അനുകൂലമായ ഊർജ്ജമൊക്കെ നേടിയെടുക്കുന്നതിനും ശനിയാഴ്ചകളിൽ ഉപവാസമൊക്കെ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനമൊക്കെ നടത്തി നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി വഴിപാടൊക്കെ കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ ദിവസവും വൈകുന്നേരങ്ങളിൽ ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് ശനിയുടെ ദോഷത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. ശനി ഒരു ക്രൂരമായ ഗ്രഹമൊന്നുമല്ല, മറിച്ച് നമ്മെ അച്ചടക്കവും ജീവിത യാഥാർത്ഥ്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവാണ്. ഈ വക്രഗതി കാലം കന്നിരാശിക്കാർക്ക് ചില വെല്ലുവിളികളൊക്കെ ഉയർത്തിയേക്കാമെങ്കിലും അത് നിങ്ങളെ കൂടുതൽ ശക്തരും അനുഭവ സമ്പന്നരുമാക്കാൻ സഹായിക്കുന്നതാണ്. ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ കൂടി മുന്നോട്ട് പോയാൽ ഈ കാലഘട്ടവും നിങ്ങൾക്ക് വിജയകരമായി കടന്നു പോകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.